സിനിമ ഇസ് വെരി ടഫ്. ലൈക്ക് എല്ലാവരും പുറമേ നിന്ന് കാണുന്ന മാതിരി ഒരു ഈസി ഗോയിങ്, ഒരു ഈസി സംഗതിയല്ല. അതാ വരുന്നു, ഞാൻ അഭിനയിക്കുന്നു, അടുത്ത് ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നു, ഹീറോ ആവുന്നു. ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. പണിയെടുത്ത് നട്ടല് റബ്ബറാവും. ആ ഒരു സ്റ്റേജ് തരണം ചെയ്ത് വരും എന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചിട്ടില്ല. അച്ഛൻ്റെ റൂമിലുള്ള ഫോണ് ഡമ്മി ആയിരുന്നു, വെറുതെ കുത്തിയിട്ടായിരുന്നു, അത് ബെല്ലടിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പടം കയറി കമ്മിറ്റ് ചെയ്യും. IV ശശി സാറ് ചെയ്തത് 14 സിനിമയാണ്. അതിൽ 12 സിനിമയിൽ എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ ആ വർഷം അഭിനയിച്ചത് 56 സിനിമയാണ്. അപ്പം ആലോചിച്ചാൽ മതി എന്താണ് പരിപാടി എന്നുള്ളത്. അഭിനയിക്കുക, അതിൽ കുറഞ്ഞതൊന്നുമില്ലായിരുന്നു. ഒരു പാവ അമ്മയാണ്. അമ്മ ഭയങ്കര സാധുവാണ്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി എക്സാം, സെക്കൻഡ് മന്ത്ലി ടെസ്റ്റ്, ഹാഫ് ഇയർലി, തേർഡ് മന്ത്ലി ടെസ്റ്റ്, അതുവരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തന്നെയായിരുന്നു സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അമ്മയെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്തിനാ വെറുതെ അമ്മക്ക് ഇങ്ങനെ റെഡ് ലൈൻ കണ്ടൊരു ട്രോമ കൊടുക്കുന്ന അമ്മയോട് സ്നേഹമുള്ളൊരു മകനായിരുന്നു. അത്ര പാവമായിരുന്നു. നമ്മളെ ഒരു പാർട്ട്ണറെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായി അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതൊരു അറ്റം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്? അതാണ് എൻ്റെ ചോദ്യം. സോ വാട്ട് കീപ്സ് യു മൂവിങ് ഫോർവേഡ്? ആ പോയിന്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ മുന്നോട്ട് പോകണം? പിന്നെ ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? ഇതിലേക്ക് വളരെയധികം കമ്പാരിസൺ നടക്കുന്നുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ, മമ്മൂക്ക അങ്ങനെ. അവർ 40-46 വർഷമായിട്ട് ഈ സിനിമയിൽ അവർ ഒരു പോയിന്റിൽ നിന്ന് അവരൊരു സ്ഥാനത്തേക്ക് കയറി. പിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതിൻ്റെ കാരണം ഭയങ്കര നടന്മാർ അല്ലെങ്കിൽ ആക്ടർ എന്ന് തെറ്റാണ്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. എവിടേക്ക് കണ്ടു ഫഹദ് ഫാസിൽ എക്സ്റ്റെൻഡഡ് ക്യാമിയ എന്നൊക്കെ, അങ്ങനെയൊന്നല്ല കേട്ടോ. ഒരു വേഷം തന്നെയാണ് ഫാഫ ചെയ്യുന്നത്. ഇപ്പം അത് ഞങ്ങളിപ്പോൾ മെയ് എൻഡോട് കൂടി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങുകയാണ്. അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞത് തുടരും എന്ന് പറഞ്ഞ സിനിമ അതെന്നും സംസാരിക്കും. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സിനിമ കണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടട എൻ്റെ ലാലേട്ടനെ എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഇപ്പോഴും വന്ദനത്തിൻ്റെ അവസാനം ഞാൻ മെല്ലെ എണീച്ച് ഞാൻ നടന്നു പോകും. എനിക്കിപ്പോഴും കാണുമ്പോൾ സങ്കടം വരുന്നത് ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ കാണാം എന്നുള്ള സിനിമയാണെന്ന് അറിയാം. എന്നിട്ടും ഭയങ്കര വിഷമം തോന്നുന്ന ഒരു പോയിൻ്റാണ് വന്ദനത്തിൻ്റെ ക്ലൈമാക്സ്. എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെയും പോയിട്ടുമില്ല. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് മോഹൻലാൽ. വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം പലർക്കും അമ്മയാണെങ്കിൽ വായിക്കാൻ വെളിച്ചം പകർന്നു നൽകുന്നത് പലപ്പോഴും അച്ഛനാണ്. അങ്ങനെ മലയാളികൾക്ക് ചിരിയുടെ വെളിച്ചം ഒരുപാട് പകർന്നു തന്ന ഒരാളുടെ മകനാണ് ഇന്ന് സൈന പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിൽ റീനുവിനൊപ്പം ഉള്ളത്. ബിനു പപ്പു, സ്വാഗതം. നമസ്കാരം. പ്രിയദർശൻ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് അല്ലാതെ ഒരു ഡയലോഗ് പോലും എക്സ്ട്രാ പറയാനായിട്ട് ഒരു നടനെയും ഒരു നടിയും സമ്മതിക്കാറില്ല. എക്സെപ്റ്റ് കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ. അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡം ആയിരുന്നു. ഒരു മകൻ അച്ഛനെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന്, ഇപ്പോൾ താങ്കളൊരു നടനാണ്, അങ്ങനെ ഒരു നടൻ മറ്റൊരു നടനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, അങ്ങനെ ഒരു ഫ്രീഡം കിട്ടാനായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളിലൊക്കെ അങ്ങനെ ഒരു ലിബർട്ടി അച്ഛന് കിട്ടാറുണ്ട്. കാരണം ഈ ഒരുപാട് എന്താ പറയുക, അവർ ആ ഒരു പെർട്ടിക്കുലർ ഒരു സീനിൽ അച്ഛനെ ടോട്ടൽ ഫ്രീഡത്തിൽ വിടാറുണ്ട്. കാരണം അച്ഛന് ഡയലോഗ്സ് ആഡ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. ഇപ്പം വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമയിൽ ഇവർ ഒരു കഥ പറഞ്ഞ് നടന്നു വരുന്നുണ്ട്. ഈ തള്ള്, സോക്കോൾഡ് തള്ള് പറഞ്ഞ് നടന്നു വരുന്ന ആ ഷോട്ടിൽ ഒരുപാട് ടേക്ക് എടുത്തിട്ട് അത് കണക്ട് ആയിട്ടില്ല. ലൈക്ക് അറൗണ്ട് 10-12 ടേക്ക് അങ്ങനെ, അത് റീലാണ്. 10-12 ടേക്ക് അങ്ങനെ പോയിട്ടും അത് ശരിയായില്ല ചെയ്തത്. അങ്ങനെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ വന്നില്ല. പിന്നെ ടോട്ടൽ ആയിട്ടും അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ഈ എന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ആ ഫുൾ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അങ്ങനെ പ്രിയൻ സാറ് ചെയ്യിച്ചത് 2 ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഒന്ന് അച്ഛനെ കൊണ്ട്, ഒന്ന് ജഗദീശേട്ടനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് A to B ഒരു പോയിന്റ് കൊടുക്കും. അതിൻ്റെ അകത്ത് അവർക്ക് മുന്നോട്ടും പോവാം പുറകോട്ടും പോവാം. ട്രാക്കിലായിരിക്കും ക്യാമറ.
സൈഡ് വൈസ് പോകില്ല. അപ്പം ആ സീനിഞ്ഞ് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നടന്നിങ്ങനെ കഥ പറഞ്ഞ് ലാസ്റ്റ് മരത്തിന് വന്ന് ഇടിച്ച് നിൽക്കുന്നിടത്തിലാണ് ആ ഷോട്ട് കട്ടാവുന്നത്. നമ്മൾ ഇഞ്ചിനും തവിട് പൊടി എന്ന് പറയുമ്പം ഈ കയ്യിലുള്ള സ്പാനറും സാധനങ്ങളൊക്കെ നിലത്തിടും. എന്നിട്ട് പെട്ടെന്നാണ് പറച്ചോനിയെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. അപ്പം ഈ കൂടെ നടക്കുന്ന മൂന്നാമത്തെ ആൾ ഫ്രെയിം ഔട്ടായി പോകുന്നുണ്ട്. പിന്നെ പുള്ളി നടന്നു വന്ന് ഫ്രെയിമിലേക്ക് കയറുക ചെയ്യുന്നത്. സോ ലൈക്ക് എന്ത് ചെയ്യും എന്ത് പറയും എന്നുള്ളത് ആദ്യമേ ഒരു ക്ലൂ ഇല്ല. വിൽ ഗോ ഫോർ ദ ടേക്ക്. അപ്പം എന്താണോ വരുന്നത് അത് ക്യാപ്ചർ ചെയ്യും. അച്ഛൻ്റെ കൺസേൺ സിനിമയിൽ അഭിനയിക്കുക അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ആ കണക്കിൽ പെടില്ല. അതിൽ റെമ്യൂണറേഷൻ പെടില്ല, ഒന്നും പെടില്ല. സിനിമയിൽ അഭിനയിക്കുക. കാരണം ഇപ്പം എനിക്ക് ഇയർ എക്സാക്റ്റ് ആണെന്ന് പറഞ്ഞില്ല, 86 or 85 IV ശശി സാറ് ചെയ്തത് ആ വർഷം പുള്ളി ചെയ്തത് 14 സിനിമയാണ്. അതിൽ 12 സിനിമയിൽ എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ ആ വർഷം അഭിനയിച്ചത് 56 സിനിമയാണ്. ഒരു സെറ്റിലേക്ക് അങ്ങനെയായിരുന്നു പൊക്കൊണ്ടിരുന്നത്. അപ്പം ആലോചിച്ചാൽ മതി എന്താണ് പരിപാടി എന്നുള്ളത്. അഭിനയിക്കുക, അതിൽ കുറഞ്ഞതൊന്നും ഇല്ലായിരുന്നു. കാരണം അച്ഛൻ്റെ അവസാന കാലഘട്ടം വരെ ലൈക്ക് സുന്ദരക്കിലാടിക്ക് പോയി കഴിഞ്ഞ് അവിടുന്ന് അച്ഛൻ ഫാസിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത പടം, അവിടുന്ന് നേരെ അച്ഛൻ പോകുന്നത് സമ്മർ ഇൻ ബത്ലഹേം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ മണിച്ചേട്ടൻ ചെയ്ത റോള് ആദ്യം അച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ അതവിടെ ചെല്ലുന്നു. ഫസ്റ്റ് സോങ് ആയിരുന്നു അന്ന് എടുത്തത്. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കിതപ്പ് ഫീൽ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ റൂമിൽ പോകണമെങ്കിൽ തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ടും അച്ഛന് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഊട്ടിയിൽ നിന്ന് അച്ഛൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നം കൊണ്ട് തിരിച്ചു പോകുന്നു. വീട്ടിലെത്തി കുറച്ച് വേണ്ടാത്ത കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാൽ പറ്റില്ല. അത് കുറച്ച് വേഴ്സ് ആവണം എന്നാലേ വരുള്ളൂ. കാരണം അച്ഛൻ തന്നെ തീരെ വയ്യ എന്നുള്ളൊരു പോയിന്റ് എത്തുമ്പോഴേ വരുള്ളൂ. അങ്ങനത്തെ കുറേ കടുംപിടുത്തങ്ങളും വാശികളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. പക്ഷേ അപ്പോഴത്തേക്ക് അത് കുറച്ച് സിവിയർ ആയിരുന്നു, ലൈക്ക് ന്യൂമോണിയ. അപ്പം പിന്നെ അച്ഛന് ഓൾറെഡി ലൈക്ക് അച്ഛന് 80s ഒരു അറ്റാക്കും വന്നതാണ്. 81 ആ സമയത്ത് ഒരു മാസീവ് അറ്റാക്കായിരുന്നു. അപ്പം അതിന് ശേഷം വേറെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി റിക്കവർ ചെയ്യാൻ കുറച്ച്, കാരണം ഒന്ന് ഈ ന്യൂമോണിയ കൂടിയും പിന്നെ ആ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം അതിൽ ആരോഗ്യം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു, ഹെൽത്ത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം ലൈക്ക് ആ ഒരു സ്റ്റേജ് തരണം ചെയ്ത് വരും എന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് ഉറപ്പിച്ച പോയിന്റ് നിന്നാണ് ലൈക്ക് പുള്ളിയെ തിരിച്ച് കിട്ടിയത്. അപ്പം തിരിച്ച് കിട്ടി. അപ്പം പറഞ്ഞ് ഒരു കാരണവശാലും വീട് വിട്ട് പുറത്ത് പോകരുത്, പബ്ലിക്കിലെത്തരുത്. കാരണം വെച്ചാൽ ലങ് ഭയങ്കര വീക്കാണ്. അപ്പം ഭയങ്കരമായിട്ട് ഇതാകും. അപ്പം പൊടി അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഫോണിൻ്റെ വോളിയം പോലും കുറച്ച് വെച്ചിട്ട്, അച്ഛൻ്റെ റൂമിലുള്ള ഫോണ് ഡമ്മി ആയിരുന്നു, വെറുതെ കുത്തിയിട്ടായിരുന്നു, അത് ബെല്ലടിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പടം കയറി കമ്മിറ്റ് ചെയ്യും. പിന്നെ കാരണം അച്ഛനെ വിടാനും പറ്റില്ല. അപ്പം പുറത്തുള്ളതും എന്നിട്ട് കോർഡ്ലെസ് അടുക്കളയിൽ വെക്കും. അത് മാത്രമേ അവിടുന്ന് ബെല്ലടിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുള്ളൂ. മറ്റേത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഫോണൊക്കെ വോളിയം കുറച്ച് വെച്ചിട്ട് തന്നെ വെക്കാറ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രസാദിലാണെന്ന് തോന്നുന്നു പോയത്, ചെന്നൈയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം മേലെ പോകണം. അപ്പോൾ ലിഫ്റ്റില്ല. അപ്പം അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കി പറഞ്ഞു, ലിഫ്റ്റ് ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. കാരണം ഇത് നടന്ന് കയറാൻ അച്ഛന് കുറച്ച് കിതപ്പ് വരും. അപ്പം സത്യൻ സാറ് പറയും ഇല്ല എന്ന് പറഞ്ഞു. സത്യൻ സാർ അച്ഛനെ ഇങ്ങനെ എടുത്തിട്ട് പുള്ളി അങ്ങ് കയറി. അപ്പം സത്യൻ സാറ് പറയാം അന്ന് പപ്പുചേട്ടൻ തീരെ കനവുമില്ലായിരുന്നു, കാരണം ഭയങ്കര മെലിഞ്ഞിട്ട്. അവൻ ഞാനൊരു കൊച്ചിനെ എടുത്ത് പോകുന്നവർ എടുത്ത് മേലെ കൊണ്ടുപോയി. അവൻ അഹങ്കാരി എന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഹൃദയപൂർവ്വത്തിൻ്റെ സെറ്റ് പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് സത്യൻ സാറ് പറഞ്ഞതാണ്, ഈ സിനിമ നേരത്തെ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് കണ്ടു വളർന്ന ഒരാളാണ്. ഒരു സിനിമാ നടന് സ്റ്റാർഡം എന്ന് പറയുന്നത് അന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആളുകൾ കൊടുക്കുന്നൊരു ബഹുമാനം, സ്നേഹം, ഇതെല്ലാം കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ താങ്കൾ നേരെ ആനിമേഷനിലേക്കാണ് പോകുന്നത്. നേരെ ആനിമേഷനിലേക്ക് ഒന്നല്ല പോയത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തിയിരുന്നു. ബാംഗ്ലൂർ എത്തിയത് അങ്ങനെ പ്രത്യേക ഒരു ലക്ഷ്യം വെച്ചിട്ടൊന്നും പോയതല്ല. അവിടെ ചെന്നു,
നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരെ കൂടെ നമ്മൾ താമസം. ആദ്യത്തെ ഒരു വർഷം പരിപാടിയൊന്നുമില്ല, നമ്മളിങ്ങനെ ജോലി തന്നെ ജോലി, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അങ്ങനെ ആനിമേഷനിലേക്ക് എത്തിപ്പെട്ട് നമ്മളങ്ങനെ പഠിക്കാം എന്ന് തീരുമാനിക്കുന്നു. നമ്മൾ ആനിമേഷൻ ചെയ്യുന്നു, പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നു. പിന്നെ ആദ്യം ജോലി കിട്ടിയത് ഒരു പാംപ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു ടേഫിൻ്റെ കമ്പനിയിൽ ഒരു മറ്റേ പാംപ്ലെറ്റ്സ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു ആദ്യം അതായിരുന്നു ആദ്യത്തെ ജോലി. ഇതിൻ്റെ ഇടയിലൊരു 8 വർഷം നീണ്ട പ്രണയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് എനിക്ക് ശരിയായിട്ട് ഞാൻ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? കോഴിക്കോട് ഉള്ള നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. നാഷിത പഠിച്ചതൊക്കെ മൈസൂരാണ്, ആർക്കിടെക്റ്റാണ്. അപ്പം ആർക്കിടെക്ചറൊക്കെ പഠിച്ചതൊക്കെ മൈസൂരാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ കോമൺ ഫ്രണ്ട്സ് വഴിയുള്ള കണക്ഷൻസിലൂടെ പിന്നെ സംസാരം, ചാറ്റിങ്, പ്രണയം, ഡേറ്റിംഗ്. അപ്പോൾ ഈ ഒരുപാട് കാലം നമ്മളൊരു പ്രണയം നീണ്ടു നിൽക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒരുപാട് നഷ്ടപ്പെടും. 8 ഇയേഴ്സൊക്കെ നീണ്ടു വരുമ്പോൾ. അപ്പോൾ നമ്മൾ കല്യാണത്തിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളൊരു ബോണ്ടഡ് കപ്പിളായി മാറും. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഇനീഷ്യൽ എക്സൈറ്റ്മെൻ്റ് അല്ല, വേറൊരു ബോണ്ടാണെന്ന്. സോ അത് ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും നീണ്ടു കഴിയുമ്പോൾ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്? അതങ്ങനെ അങ്ങോട്ട് പോകുമല്ലോ, ജീവിതമല്ലേ. അതങ്ങനെ എന്താ പറയുക, അതിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. കാരണം ലൈക്ക് ഒന്നും അത്ര ഈസി അല്ല, നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നും ഇല്ല. കാരണം കരിയർ വൈസ് നമ്മളിപ്പുറത്തേക്ക് നോക്കുമ്പോൾ പ്രോപ്പറായി സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, കറക്റ്റ് 31-ാം തീയതി എല്ലാ മാസം 31-ാം തീയതി 30-ാം തീയതി ആകുമ്പോൾ ശമ്പളം വരുന്നു. അവിടുന്ന് അതെല്ലാം ബ്രേക്ക് ചെയ്ത് കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. കാരണം വളരെയധികം ലൈക്ക് സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എല്ലാം വിട്ടിട്ടാണ് സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. എല്ലാം വിട്ടിട്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഓൾറെഡി നശിച്ചു. അപ്പോൾ ഇനി ഇതന്നെ ഉള്ളൂ, ഇതിലേക്കെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ കൈവന്ന് പോകുമെന്ന് മനസ്സിലായി. സോ ലൈക്ക് അങ്ങനെ ഒരു സിനിമ മേഖലയിലേക്ക് കടന്ന് ഇനി അതും ഇല്ല ഇതും ഇല്ല എന്നുള്ള അവസ്ഥയാവരുത് എന്നുള്ളതിനെ കൊണ്ട് ഒരു സാധനം മുറുക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കയറിയതാണ്. സിനിമ ഈസ് വെരി ടഫ്. ലൈക്ക് എല്ലാവരും പുറമേ നിന്ന് കാണുന്ന മാതിരി ഒരു ഈസി ഗോയിങ്, ഒരു ഈസി സംഗതിയല്ല. ദാ വരുന്നു, ഞാൻ അഭിനയിക്കുന്നു, അടുത്ത് ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നു, ഹീറോ ആവുന്നു. ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. പണിയെടുത്ത് നട്ടല് റബ്ബറാവും. കാരണം വെച്ചാൽ നമുക്ക് ഈ റബ്ബറാവും എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഒരു ഫ്രൈഡേ, അതാണ് നമ്മളെ തലവരെ മാറ്റുന്നത്. അല്ലെങ്കിൽ അയാൾ വേറെ തലത്തിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്നത്. ആ ഒരു ഫ്രൈഡേ കിട്ടണമെങ്കിൽ നല്ലൊരു സിനിമ കിട്ടണം നമുക്ക്. സിനിമ എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും നമുക്ക് അറിയില്ലല്ലോ. നമ്മളെ ഫ്യൂച്ചർ നമുക്ക് അറിയാൻ നല്ല സുഖമല്ലായിരുന്നോ? അതറിയില്ലല്ലോ. അതല്ല ഇതിൻ്റെ പ്രശ്നം മുഴുവൻ. ഒരു സിനിമ വന്ന് ആ സിനിമ തിയേറ്ററിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്ത പല സിനിമകളും തിയേറ്ററിൽ വർക്കായിട്ടില്ല. ചിലത് വെളിച്ചം കണ്ടിട്ട് പോലും ഇല്ല. നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നാളെ എന്താണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈക്ക് വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബിനു പപ്പുവിൻ്റെ ഒരു ബന്ധം അതെങ്ങനെയാണ്? ഒരു പാവ അമ്മയാണ്. അത് അമ്മ ഭയങ്കര സാധുവാണ്. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അമ്മയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി എക്സാം, 2nd മന്ത്ലി ടെസ്റ്റ്, ഹാഫ് ഇയർലി, 3rd മന്ത്ലി ടെസ്റ്റ്. അതുവരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തന്നെയായിരുന്നു സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അമ്മയെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്തിനാ വെറുതെ അമ്മക്ക് ഇങ്ങനെ റെഡ് ലൈൻ കണ്ടൊരു ട്രോമ കൊടുക്കുന്ന അമ്മയോട് സ്നേഹമുള്ളൊരു മകനായിരുന്നു. അത്ര പാവമായിരുന്നു, മനസ്സിലായി, അത്ര പാവമായിരുന്നു. ലൈക്ക് ഷീ ഈസ് വെരി സ്വീറ്റ്. അതിനെ കൊണ്ട് അമ്മ അങ്ങനെ പഠിക്ക് എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകും. സാധാരണ നമ്മൾ അമ്മമാരെ പോലെയുള്ള ഭാര്യമാരെയാണ് ആമക്കൾ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ അവർ ഭാര്യമാരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ഭാര്യ അമ്മയെ പോലെ തന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത? ഇല്ല, ലൈക്ക് ആഷിത ലൈക്ക് ആസ് എ വെരി ഇൻഡിപെൻഡൻറ്റ് ലേഡി. സോ ലൈക്ക് അങ്ങനെ നടക്കൂല, പറ്റിക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്, പറ്റിക്കാൻ പറ്റില്ല. അയ്യോ അങ്ങനെ ലൈക്ക്
അങ്ങനെ അമ്മമാരെ പോലെയുള്ള അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു പാർട്ട്ണറിൽ പലപ്പോഴും തിരയുന്നത് നമ്മുടെ അമ്മയുടെ ക്വാളിറ്റീസാണ് നമ്മൾ പാർട്ട്ണറിൽ തിരയുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അറ്റ് ടൈംസ് നമുക്ക് ചില സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ ഒരു എഫെക്ഷൻ വേണ്ടി വരും. ഒരു മദർ തരുന്ന ഒരു എഫെക്ഷൻ ഉണ്ട്. അത് ചില ടൈമിൽ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമുക്ക് വേണ്ടി വരും. അല്ലാണ്ട് ഈ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ അറിയില്ല, നമ്മൾ ഈ പുസ്തകം വായനയില്ലാത്തവരുണ്ട്. അല്ല, മനസ്സിലായത്. നിങ്ങൾ 8 years ഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് 2-3 years ഡേറ്റിംഗ് അല്ല, 8 years എന്നൊക്കെ പറയുമ്പോൾ യു നോ ദാറ്റ് പേഴ്സൺ ഇൻസൈഡ് ഔട്ട്. കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് മാറാൻ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും കല്യാണം എന്ന് പറയുന്നത് കഴിയുന്നുണ്ട്. പക്ഷേ ലൈക്ക് ചിലത് എന്താ പറയുക, കുറച്ചും കൂടി നല്ലതായിരിക്കും അങ്ങനെ അറിയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് നല്ലതായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കത് ചിലപ്പോൾ മടുക്കും ചെയ്യും, ഏതെങ്കിലും ഒരു പോയിന്റിൽ. കാരണം ഒരുപാട് നമ്മൾ സാച്ചുറേറ്റഡ് ആവുന്നൊരു പോയിന്റ് ഉണ്ടാവും എല്ലാ കാര്യത്തിനും. കാരണം ഞാൻ എൻ്റെ ആനിമേഷൻ ഫീൽഡിൽ ഞാൻ ജോലി തുടങ്ങുമ്പം ഞാനൊരു 3D ക്രിയേറ്റർ ആയിരുന്നു. പിന്നെ അത് മേലോട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ ഇത് പണിയിൽ നിർത്തി, അഭിപ്രായം മാത്രമായി. അപ്പം ഞാൻ സാച്ചുറേറ്റഡ് ആയി. കാരണം അത് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഹൈ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്. ഇപ്പം നമ്മളെ ഒരു പാർട്ട്ണറെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായി അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതൊരു അറ്റം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്? അതാണ് എൻ്റെ ചോദ്യം. സോ വാട്ട് കീപ്സ് യു മൂവിങ് ഫോർവേഡ്? ആ പോയിന്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ മുന്നോട്ട് പോകണം? പിന്നെ ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? ആ ഡ്രൈവിംഗ് ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ജീവിക്കാൻ. ലൈക്ക് ദാറ്റ്സ് യുവർ പാഷൻ. ലൈക്ക് എല്ലാവരും പറയുന്ന പോലെ സിനിമ വാസ് നെവർ പാഷൻ ഫോർ മീ. എനിക്ക് ഒരു പാഷനൊന്നും അല്ലായിരുന്നു. ലൈക്ക് അതൊക്കെ പിന്നെ കടന്നു വന്ന് ഇഷ്ടപ്പെട്ട് ഓക്കെ പിന്നെ കൂടുതൽ അറിയുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ക്യൂറിയസ് ആയി. ഇതെങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു, ആളെങ്ങനെ അഭിനയിക്കുന്നു, അതറിയാനുള്ള അതിൻ്റെ പിന്നാലെ. അപ്പം അതിങ്ങനെ എന്താ പറയുക, അത് കൂടെ വന്നതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് മുന്നോട്ട് യാത്ര ചെയ്ത് പോകുന്നിടത്തോളം നല്ല രീതിയിൽ പോകുന്നിടത്തോളം പോവാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോകുന്നത്. നമുക്കതൊരു യാത്രയാണല്ലോ, നമുക്കറിയില്ല അതെന്താ ഈ പറഞ്ഞ മാതിരി നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് ആർക്കും ഒന്നും കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തതിനെ കൊണ്ട് അത്ര അങ്ങോട്ട് കടന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കും തോന്നുന്നതും എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ ഡിസിഷൻസും അങ്ങനെയായിരുന്നു. എല്ലാ ഡിസിഷനും എൻ്റെ കല്യാണം ഉൾപ്പെടെ, അല്ലെങ്കിൽ എൻ്റെ ജോലി, ഞാൻ പല തീരുമാനങ്ങളും എടുത്തതിൻ്റെ ശേഷമായിരിക്കും നമുക്ക് പിന്നെ ഓക്കെ ഇത് വേണ്ടായിരുന്നു, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. ഞാൻ ഈ ദുബായ് പോയ പരിപാടി ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഇവളെയും കെട്ടി വലിച്ച് ഇവള് പറഞ്ഞ് ഈ അവിടെ പോയിട്ട് സെറ്റിലായിട്ട് ഞാൻ വന്നാൽ പോരെ, പറ്റൂല, കമോൺ ഇപ്പം പോയിട്ട് നമുക്ക് സെറ്റിൽ ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഒരുമിച്ച് തന്നെ കൂടെ വന്നു തിരിച്ചു. അല്ല ഇതിലേക്ക് അത് ഭയങ്കര ഒരു റോങ് ഡിസിഷനായിരുന്നു എൻ്റെ ലൈഫിൽ. അല്ല അത് ശരിക്കും ചിലത് അങ്ങനെയാണ്. ആ റോങ് ഡിസിഷനെ കൊണ്ടാണ് ഞാൻ സിനിമയിലെത്തിയത്. മറ്റൊന്നിന് വളമായി അതങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞു, ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് പോകുമെന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്ക് എല്ലാം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അച്ഛനൊരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ട് പോയ ഒരാളാണ്. ആ തലമുറയെ ജനിക്കാത്തവർ പോലും ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ ആളുകളാണെങ്കിൽ ഈ ട്രോളുകൾ വഴി ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഈ ട്രോളുകളുടെയൊക്കെ ഒരു ഗുണമാണ് അത് അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഗുണമാണ്. അപ്പം അദ്ദേഹം വെച്ച് പോയ പോലെ താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണ് ഒരു ലെഗസി, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു വോണ്ട് ടു ലീവ് ബിഹൈൻഡ്? അതിപ്പോൾ സിനിമയിലാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു സിനിമ ചരിത്രമാണ്. അത് ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മാഞ്ഞു പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. സോ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞത് തുടരും എന്ന് പറഞ്ഞ സിനിമ അതെന്നും സംസാരിക്കും. ഞാനും പറയുന്നത് ഈ കോടികളുടെ കണക്കല്ലേ, ഞാൻ 50 കോടി 100 കോടി 150 കോടി സീലൊക്കെ. അതിലുപരി ഒരു നല്ല സിനിമ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സിനിമ കണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടടാ എൻ്റെ ലാലേട്ടനെ എന്ന് പറയുന്ന
അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു മനുഷ്യനെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്, ചെറുപ്പം മുതലേ കാണുന്നതാണ്. ലാലേട്ടൻ്റെ അടി, ലാലേട്ടൻ്റെ ഡാൻസ്, പാട്ട്, അല്ലെങ്കിൽ ഹ്യൂമറുകൾ, കോമഡികൾ, സങ്കടം. നമ്മൾ പുള്ളി നമ്മളെ കരയിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ ഇപ്പോഴും വന്ദനത്തിൻ്റെ അവസാനം ഞാൻ മെല്ലെ എണീച്ച് ഞാൻ നടന്നു പോകും. എനിക്കിപ്പോഴും കാണുമ്പോൾ സങ്കടം വരും. അത് ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ കാണാം എന്നുള്ള സിനിമയാണെന്ന് അറിയാം. എന്നിട്ടും ഭയങ്കര വിഷമം തോന്നുന്ന ഒരു പോയിൻ്റാണ് വന്ദനത്തിൻ്റെ ക്ലൈമാക്സ്. അതിലൊരുപാട് പടങ്ങളിൽ അച്ഛൻ വളരെ ക്ലോസ് ആയിട്ട് പുള്ളിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിക്കുന്ന സിനിമകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്തത്. എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെയും പോയിട്ടും ഇല്ല. സോ നമുക്ക് ആ പുള്ളിക്ക് അഭിനയിക്കാൻ ഒരു സാധനം ഇട്ട് കൊടുത്തു, പുള്ളിക്ക് പെർഫോം ചെയ്യാൻ ഒരു സാധനം, ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. പുള്ളി പെർഫോം ചെയ്തു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇപ്പോൾ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും കാര്യം, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് സാധിക്കുന്നൊരു കാര്യമല്ല, അതൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം ഓരോ ആളുകൾ എന്തുകൊണ്ടാണ് ലെജൻഡ്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് കാണും ഇഷ്ടപ്പെടാൻ. എന്നോട് എന്തുകൊണ്ടാണ് ബിനു പപ്പു എന്ന് പറയുന്ന ഒരു ആക്ടറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ പറയുന്നൊരു ഉത്തരം. ഇവരെ രണ്ടുപേരെയും കൂടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവരെ ലെജൻസ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസണായിട്ട് ബിനു പപ്പു എന്ന് പറയുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു ആക്ടർ, കാസ്റ്റിംഗ് ഡയറക്ടർ, താങ്കൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവർ 40-46 വർഷമായിട്ട് ഈ സിനിമയിൽ അവർ ഒരു പോയിൻ്റിൽ നിന്ന് അവരൊരു സ്ഥാനത്തേക്ക് കയറി. പിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതന്നെ കാരണം അവരത്രയും ഡെഡിക്കേറ്റഡാണ് അവരുടെ വർക്കിനോട്. അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, അവർ അഭിനയിക്കുന്ന രീതികൾ, ലൈക്ക് വളരെയധികം കമ്പാരിസൺ നടക്കുന്നുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ, മമ്മൂക്ക അങ്ങനെ, ലാലേട്ടൻ ഡാൻസ് കളിക്കും, മമ്മൂക്ക ഡാൻസ് കളിക്കില്ല. ഈ ശാന്തമയ രാത്രിയിൽ നിന്ന് മമ്മൂക്ക കളിക്കുന്നതിനൊരു രസമുണ്ട്, അതിനൊരു രസം വേറെ തന്നെ ഉണ്ട്. കാരണം സോ ലൈക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനും പറ്റൂല. കാരണം രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്, രണ്ട് ഭീകര ആക്ടേഴ്സാണ്, ഭയങ്കര നടന്മാർ അല്ലെങ്കിൽ ആക്ടർ എന്ന് തെറ്റാണ്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല, ഇതിൻ്റെ തുടക്കം പോലും എത്തിയില്ല, 2 പടി പോലും കയറിയിട്ടില്ല. ഇവിടെ ഇരുന്ന് ഇവരെ കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരൊന്നും എന്താണ് അവരെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് നമുക്ക് ഇപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലും ഇവരെ പേര് വെച്ചിട്ട് തന്നെയല്ലേ നമ്മളിപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ മറ്റുള്ള ടെക്നീഷ്യൻസിനെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പറയുമ്പോൾ ഓരോരോ നിങ്ങൾ ഇവർ രണ്ടുപേരോട് വർക്ക് ചെയ്താണോ? യെസ്. അല്ല കമാൻ ലൈക്ക് നമുക്ക് അഹങ്കരിക്കുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അഹങ്കരിക്കുക പിന്നല്ലേ ചെയ്തിട്ടല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെങ്ങനെ മെഷർ ചെയ്യണം. ഈ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് മോഹൻലാൽ, അത് തന്നെയാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അങ്ങനെ മോഹൻലാൽ എവിടെയും വരുന്നില്ല. അതിന് ഇൻ ബിറ്റ്വീൻ അങ്ങനെ ഒരാൾ അവിടെ വരുന്നേ ഇല്ല. ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ അങ്ങനെ ഒരാൾ വരുന്നില്ല. ആ കഥാപാത്രം അവിടെ വരുള്ളൂ. ഇത് തന്നെയാണ് അപ്പുറത്തും. നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ 1 ഒരു ഷോട്ട് എടുക്കുമ്പോൾ കാറിൽ റിഗ് ചെയ്തിട്ട് ഞങ്ങൾ ഹൈവേയിൽ ഷോട്ട് എടുക്കുമ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഫോക്കസ് പുള്ളൊരു വണ്ടിയിലുണ്ട്. അപ്പം ഞാൻ വണ്ടി എടുക്കട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു, ഞാൻ ആക്ഷൻ വിളിച്ചു. നമുക്ക് ഡയലോഗ് പറയുന്നുണ്ട്. അതായത് നിമിഷ പോയി, അതായത് മമ്മൂക്കയുടെ പെങ്ങൾ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഒരു സെൻറ്റിമെൻ്റൽ അവളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഓടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കി അവന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എടുക്കണമെന്ന് ചോദിച്ചു. അയ്യല്ല ഡയറക്ടർ ഈ തീരുമാനിച്ചു. അതേപോലെ ഒന്നും കൂടി എടുക്കാം, നമുക്ക് ഒരു സേഫർ സൈഡ് ഒന്നും കൂടി, കാരണം സേഫർ സൈഡ് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒന്നുകൂടി നമ്മളെടുത്തു. ഞാൻ നേരെ കാർ അവിടെ കൊണ്ടുവച്ച് ഡയറക്ടർ വന്നു, സന്തോഷ് വിഷ്ണുനാഥാണ്. പുള്ളി വന്നു, പുള്ളി അത് മോണിറ്ററിൽ കണ്ടു. 2 ഓക്കെ ആണല്ലോ എന്നാണ്. എന്താ 2 എടുത്ത് എന്താ പറ്റിയിരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സേഫർ സൈഡിന് ഒന്നുകൂടി ഒരു ടേക്കും കൂടി പോയേക്കാന്നാണ്. കാരണം ഞങ്ങൾ ആ ഹൈവേയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടേക്ക് പോയി, ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ടേക്ക് എടുത്തു. അതിൻ്റെ ഇടയിൽ പുള്ളി ഒരു ചെറിയ ഗദ്ഗതം വന്നിട്ടുണ്ട്. പുള്ളിക്ക് ചെറിയൊരു കണ്ണ് നിറച്ചിൽ വന്നിട്ടുണ്ട് ഈ ചെറിയൊരു ഗ്യാപ്പിൻ്റെ അകത്ത്.
ഇത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ നമുക്കൊരു ഗദ്ഗത് വന്നോട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് അവർ. ബിനിച്ചേട്ടാ, അപ്പോൾ ഈ ടോർപിഡോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്കെയിൽ എന്താണ്? അങ്ങനെ ഇപ്പം ആദ്യം വന്ന പേരുകൾ കണ്ടുണ്ടാവുമല്ലോ, നസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി ആൻഡ് ഫഹദ് ഫാസിൽ. എവിടേക്ക് കണ്ടു ഫഹദ് ഫാസിൽ എക്സ്റ്റെൻഡഡ് ക്യാമിയാന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഒരു വേഷം തന്നെയാണ് ഫാഫ ചെയ്യുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്. ലൈക്ക് അതങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരു കഥ കേട്ടപ്പം ഉണ്ടായ ഒരു തോട്ടും പിന്നെ അതിൻ്റെ മേലോട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ സൗദിയുടെ കഥ തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ഞാനത് അഭിനയിക്കാമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പം ഞാൻ തരുണിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞ ഒരു കഥയാണ്, അതേ രാത്രി എന്നെ അങ്ങോട്ട് പറഞ്ഞൊരു കഥയാണ് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ച കഥ. അപ്പം തരുണൊക്കെ പറഞ്ഞിട്ട് കൊള്ളാലേ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതാണോന്ന് വെച്ച്. അവനല്ല, നീ ഡയറക്റ്റ് ചെയ്യും, ഞാൻ എഴുതും. ഞങ്ങളത് അന്ന് അവിടെ ഇട്ട് വെച്ചതാണ്. സമയമാവട്ടെ. അങ്ങനെ അത് കഴിഞ്ഞപ്പം തുടരും കഴിഞ്ഞ് സൗദി കഴിഞ്ഞ് മുന്നോട്ട് പോയി നമ്മൾ മെല്ലെ അതിലേക്ക് ഇങ്ങനെ കയറി. നമ്മൾ ഒരു പ്രൊഡ്യൂസർ കണ്ടെത്തി, ആഷിഖ് ഉസ്മാൻ അതിലേക്ക് വന്നു. ആഷിഖിനോട് ഇതേമാതിരി തല്ലുമാല നടക്കുന്ന സമയത്ത് നമ്മളെന്തൊക്കെയോ പപ്പു പടമൊന്നും ചെയ്യാൻ പ്ലാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ അപ്പോൾ ഒന്ന് എഴുതുന്നുണ്ട്, തരുണാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു വൺ ലൈനർ ഞാൻ അങ്ങനെ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചാൽ ആ കഥ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ എന്നാണ്. ഞാൻ ആഷിഖ് ഉസ്മാൻ കഥ പറയാൻ കഥ പറയില്ല എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. ആഷിഖ് ഉസ്മാന് കഥ ഇഷ്ടമായി, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിലിങ്ങനെ ഓരോ കാസ്റ്റിംഗ് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു. ആദ്യം നമ്മൾ അതിൽ കാസ്റ്റിങ്ങിൽ പോകുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ടെക്നീഷ്യന്മാരെ ഇന്നാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. സോ ലൈക്ക് ബഞ്ച് ഓഫ് ഗുഡ് ടെക്നീഷ്യൻസ് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. തരുണല്ല, എനിക്ക്. അവന് പിന്നെ വല്ലവനും പുല്ലുമായതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലൊക്കെ പോയി, എനിക്ക് നടക്കൂല. ഔട്ട്സൈഡ് കേരളയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം അത് ഞങ്ങളിപ്പോൾ മെയ് എൻഡോട് കൂടി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങുകയാണ്. അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇത് പറയുന്നത് വേറെ ഒന്നുണ്ടല്ല, ഒരുപാട് പേര് എന്നോട് അവസരം ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളിത് തുടങ്ങാൻ, അതായത് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ റെഡി ആവുന്ന സമയത്താണ് ഞങ്ങൾ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ തുടരത്തിലേക്ക് വന്നത്. അത് സെറ്റായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പ്രീ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ലാലേട്ടൻ്റെ ഡേറ്റ്സ് സെറ്റായത്. അപ്പം നമ്മളത് നിർത്തി വെച്ചിട്ട് നമ്മൾ നേരെ തുടരത്തിലേക്ക് ചാടുകയാണ് ചെയ്തത്. തരുൺ മൂർത്തി ഭാവത്തിൽ തുടരൂൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ആഷിഖ് അബു ആണ് താങ്കളുടെ മെൻറ്റർ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏട്ടനാണ്, ആഷിഖ് ഏട്ടനാണ്. കാരണം നമുക്ക് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായി സിനിമയിലേക്ക് നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീഡം കിട്ടാനുണ്ട് ഇവരുടെ അടുത്തുനിന്ന്. അത് ഡയറക്ടർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രീഡം കിട്ടുള്ളൂ. നീ അത് സെറ്റ് ചെയ്തേ എന്ന് പറയുന്നിടത്താണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആഷിഖേട്ടൻ്റെ അടുത്തു നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതും, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനോടുള്ള ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതും ഒക്കെ പുള്ളിയുടെ വേ ഓഫ് മേക്കിംഗ് കണ്ടിട്ടാണ്. കാരണം ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് അതിശയിച്ച് നിന്ന് നോക്കിയിട്ടുണ്ട്. കാണുമ്പം ആഷിഖേട്ടൻ വളരെ സിമ്പിളായിട്ട് തോടി ഇങ്ങനെ ആക്കിയിട്ട് അതും കൂട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടല്ലോ പരിപാടി എന്ന് പറഞ്ഞ് ലൈക്ക് ആ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത്. അപ്പം ഡെഫിനറ്റ്ലി പുള്ളി ഒരു ഗുരു സ്ഥാനത്ത് തന്നെയാണ്. നീ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ജ്യോതികയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും കഴിഞ്ഞിട്ടാണോ എത്തുന്നത്? മനസ്സിലാക്കി. സ്ഥിരം ലാലേട്ടൻ്റെ അടുത്ത് കാണുന്നതിൽ മാറി നമുക്കൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജ്യോതിക മാമിനെ അപ്രോച്ച് ചെയ്തായിരുന്നു. പിന്നെ ദേവിക, ദേവിക അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന ഇദ്ദേഹം മരത്തൊരാൾ ചോദിച്ചു അതെന്താ അവർ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് ഓരോട് തന്നെ പോയി ചോദിക്കണം. അല്ലേ പറഞ്ഞ ഇവരൊക്കെ ചെയ്യാഞ്ഞത് എന്താണെന്നുള്ളത് അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് ആ കഥാപാത്രം വർക്കായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കത് പ്രശ്നവുമല്ല, കാരണം അത് അവരുടെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങി വന്ന സമയത്ത് തരുൺ കൊണ്ടുവന്നവരോട് ശോഭന എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊരു പരിപാടി ഇല്ലേ, അവർ നമ്മളെ ഒരുപാട് വർഷമായില്ലേ ഇപ്പോൾ സിനിമ ചെയ്തിട്ട്, ആ ഒരു ഓപ്ഷനിലേക്ക് പോവല്ലേ. അങ്ങനെ മാമിലേക്ക് പോയി, അടിപൊളിയായിരുന്നു. ശോഭന ചെയ്ത ക്യാരക്ടർ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമ തീരാറാവുന്ന സമയത്താണല്ലോ ഈ സിനിമയുടെ ലെയറുകൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ അപ്പോഴാണ് എനിക്ക് തോന്നുന്നതും അപ്പോൾ ഇങ്ങനത്തെ ഇതിലൂടെ കടന്നുപോയൊരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കാം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വശം. അതുകൂടാതെ ശോഭനയുടെ വോയിസ് ഡബ് ചെയ്യണ്ട എന്നുള്ളതൊരു ഒരുപാട് ആലോചിച്ചെടുത്തൊരു ഡബ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരി തന്നെ ചെയ്താൽ മതി, വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇപ്പം കേൾക്കുന്ന ഒരു രസം കിട്ടുന്നത് അതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാവേലി ഞങ്ങളത് ഭയങ്കരമായിട്ട് അനുഭവിച്ചതാണ്. പോളി ചേച്ചി ഡബ് ചെയ്തിട്ട് പോളി ചേച്ചിയുടെ ശബ്ദം പോളി ചേച്ചി അറിയുന്നവർക്ക് എല്ലാവർക്കും ആ ശബ്ദം എളുപ്പത്തിൽ പിടികിട്ടും അത് പോളി ചേച്ചിയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കാണുമ്പം പോളി ചേച്ചിയുടെ ശബ്ദവും വേറൊരാളുടെ രൂപവും കാണുമ്പം അത് പോളി ചേച്ചിൻ്റെ ശബ്ദമല്ലേ എന്നാണ്. അറിയാത്തവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ആ ഉമ്മയാണ് അത്. അപ്പം അത് ഇവിടെ അതേമാതിരി തന്നെ വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര സ്വീറ്റ്, ആ ഒരു റഫ്നെസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ശബ്ദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മാമ ഡബ് ചെയ്താൽ മതി. കാരണം അവരുടെ ആ തമിഴ് മലയാളം മിക്സിന് ഭയങ്കര രസമുണ്ട്. കാരണം ആ ക്യാരക്ടറും തമിഴ് ലേഡി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അവരിപ്പോൾ കുറച്ച് വർഷമായിട്ട് കേരളത്തിലാണ്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി മലയാളം വരും, എന്നാലും തമിഴും കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പരിപാടി അത് അവർ ഡബ് ചെയ്തപ്പോൾ. കാരണം അവർ മാമ് സെറ്റിൽ ഡയലോഗ് പറയുമ്പോൾ അതിനൊക്കെ ഒരു രസമുണ്ട്, പൈലറ്റ് വോയിസിൽ ഭയങ്കര രസമുണ്ട്. അപ്പം മാമിനെ ഡബ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയതാണ്. എപ്പോഴെങ്കിലും മാം ചോദിച്ചോ നമുക്ക് വേറെ ഡബ് വേണ്ട, അർജുൻ അശോകൻ ചെയ്തത് അർജുൻ അശോകൻ ആയിരുന്നില്ല ആദ്യം ചെയ്യാനായിരുന്നു. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. തരുൺ പറയൂ ലാസ്റ്റ് മിനിറ്റ് വരെ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ആദ്യം വേറൊരാളായിരുന്നു നമ്മൾ അപ്രോച്ച് ചെയ്തത്. ആ ആള് ചില സംഗീത കാരണത്താൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു, അർജുൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. കാരണം കുറച്ചും കൂടി റൈസ് ആവണല്ലോ, കുറച്ചും കൂടി ചൂടാവണമല്ലോ, കാരണം ചിരിക്കുന്നൊന്നുമില്ലല്ലോ. അവൻ നല്ലായിരിക്കും, മോനെ ഒന്ന് വിളിച്ചു നോക്കാന്ന്. അങ്ങനെ ഇവനെ വിളിക്കലും എപ്പോഴാണ് വേണ്ടത്, ഞാൻ വരാം. കാരണം ഓൻ ലാലയുടെ കൂടെ അഭിനയിച്ചില്ല. അവൻ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൻ വന്നു. ഭയങ്കര രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിന്നൊരു പോയിന്റിൽ എത്തിയിട്ട് പിന്നീട് താഴോട്ട് ഇറങ്ങാത്തവരാണ് ഇവർ രണ്ടുപേരും. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ പുറത്തുനിന്ന് നോക്കുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അവസരങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു, നമ്മൾ എത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകൾ, ഇതിനു വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നവരും ഇതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതിലോട്ട് വരണം. പക്ഷേ കഷ്ടപ്പാടുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേരറിയാം, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ നേരിട്ടിട്ടും ഒക്കെ വന്ന് പറയേണ്ട ചേട്ടാ ഒരുപാട് വർഷമായി നമ്മൾ. കാരണം താൻ പാതി ദൈവം പാതി, ഞാൻ അങ്ങനെ അതിനെ വിശ്വസിക്കുന്നത്. ആ ദൈവം പാതി ഭാഗ്യമാണത്. ആ പാതി എന്ന് പറയുന്നത് നമ്മൾ ആ 100% കൊടുത്തേ മതിയാവുള്ളൂ. ആ പാതിക്ക് ആ പാതിക്ക് നമ്മൾ 100% കൊടുത്താവുള്ളൂ, പണിയെടുത്തേ മതിയാവുള്ളൂ. ആ പണിയെടുക്കുന്നതിന് കൂടുതൽ നമ്മൾ സ്വയം നഷ്ടപ്പെടാണ്ട് നോക്കണം. നമുക്ക് ജീവിച്ച് പോകണം മുന്നോട്ട്. ഇതല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിൽ ജീവിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ചിലപ്പോൾ വർക്കായിക്കൊള്ളണമെന്നില്ല. ഇപ്പം എത്ര അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ? എല്ലാവരും ഡയറക്ടേഴ്സ് ആവുന്നുണ്ടോ? ഞാനും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഞാനിതുവരെ ഡയറക്ടറായിട്ടില്ല. 2015 മുതൽ ഈ പണി ചെയ്യുന്നുണ്ട്. ഞാൻ 10 വർഷമായി. ഞാൻ ഡയറക്ടറാണോ?
അതിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ അത് നടക്കൂ. നമ്മൾ എന്തൊക്കെ കഥയുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ടോർപിഡോ ഞങ്ങൾ ഞാൻ തരുണിനോട് എപ്പം പറഞ്ഞെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തരുണിനോട് എപ്പം പറഞ്ഞ സബ്ജക്റ്റ് അത്? എന്താ തരുണിനെ പോലുള്ള ഡയറക്ടർക്ക് ആ ഒരു പടം ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട്സ് ഇല്ലായിട്ടോ, നമുക്ക് അറിയുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലായിട്ടോ? അത് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരുള്ളൂ. അത് പറഞ്ഞാൽ അതിപ്പം ഞങ്ങളിപ്പോൾ ഇനിയും ഞങ്ങളൊരു 3-4 മാസം പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഷൂട്ട് തുടങ്ങുള്ളൂ. കാരണം ഞങ്ങൾക്ക് ലൊക്കേഷൻ കാണണം. ലൊക്കേഷൻ കണ്ടിട്ടില്ല, ലൊക്കേഷൻ കാണണം, ബാക്കിയുള്ള ഫൈനലൈസേഷനിലൊക്കെ പോകണം, മ്യൂസിക് പരിപാടി ഇതിലേക്കൊക്കെ പോയി നമ്മൾ എന്നിട്ട് ഷൂട്ട് തുടങ്ങുള്ളൂ. അതിലെ ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ ഇനി ക്ലാഷ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്കത് തുടങ്ങാൻ. സോ ലൈക്ക് നമുക്കങ്ങനെ ഒന്നും നമ്മൾ വിചാരിച്ച മാതിരി എല്ലാം നടന്നോളണം എന്നില്ല. എനിക്ക് സൗദി കഴിഞ്ഞ് പിന്നൊരു വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞാൻ. ആ വെള്ളിയാഴ്ച വന്നത് ഈ ഏപ്രിൽ 25-ന്. അതൊരു ലോങ് കാത്തിരിപ്പാ. കാരണം അതിൻ്റെ ഇടയിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ലൈക്ക് 4 ആൾക്കാർ എടാ നന്നായിട്ടാ എന്ന് നമ്മളെ വളരെ ക്ലോസ് ആയുള്ളവർ നമ്മുടെ അടുത്ത് പറയും ഒന്ന് പോടാവുള്ളൂ, വാക്കോട്ടെ അഭിനയം എന്ന് പറയും. അതല്ലാണ്ട് നമ്മളെ ഒരു അറിയുന്ന ജസ്റ്റ് ലൈക്ക് ഹായ് ബായ് നന്നായിരുന്നു കേട്ടോ എന്ന് പറയും. നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്ന ആൾക്കാർ, നമ്മളെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്നവർ സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നാ എന്ന് പറയും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുമോ എന്നുള്ള അതൊരു വെയിറ്റിംഗ് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല. അപ്പോൾ അതിലേക്ക് പുതിയ ആൾക്കാർ വരുമ്പം ഡെഫിനറ്റ്ലി ലൈക്ക് ഡോണ്ട് ലൂസ് പാഷൻ. ലൈക്ക് അതിന് ആ ഡ്രീമിനെ ചേസ് ചെയ്യുക തന്നെ ചെയ്യണം, എന്നാലേ അത് കിട്ടുള്ളൂ. അല്ലാണ്ട് വേറൊരു നടപടിയില്ല. കഷ്ടപ്പാട് തന്നെയുള്ളൂ ഇതിൻ്റെ മുമ്പിലുള്ളൊരു വഴി. കഷ്ടപ്പെട്ടവരെ സക്സസ്ഫുള്ളായിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് ഈസിലി നമുക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റാത്തവർ ഇതിൽ വിട്ടുപോയിട്ടുമുണ്ട്. പറ്റാത്തവർ ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് അവർ വേറെ വഴിക്ക് അതങ്ങനെ തന്നെയാണത്. ഇപ്പോൾ എത്ര അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഞാൻ എത്ര ആൾക്കാരെ കൂടെ വർക്ക് ചെയ്ത്, അല്ല ചിലവർ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ചിലവരിപ്പം ഈ ഒരു സീനിലേ ഇല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഗപ്പിയിൽ വർക്ക് ചെയ്താണ് ജിത്തു മാധവൻ. അവൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത പടമാണ് ഗപ്പി. അവൻ എൻ്റെ മുന്നേ പടം ഡയറക്റ്റ് ചെയ്തില്ലേ? ചെയ്തു. 1 അല്ല 2 ചെയ്തു. 2 ഹിറ്റ്. ശ്രീജിത്ത് അതിൻ്റെയും മുന്നേ ഗപ്പിയുടെയും മുന്നേ വർക്ക് ചെയ്യുന്ന ആളാണ് ശ്രീജിത്ത് പടം ചെയ്തപ്പോഴാണ്. ശരിയല്ലേ? അതിനൊരു ടൈമുണ്ട്. ആ ടൈമിനെ ആ സാധനം നടക്കുള്ളൂ. ഇതാർക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്നോ നമുക്ക് പറയാനും പറ്റൂല. അതെങ്ങനെ പറയാൻ പറ്റുക? നമുക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് ആൾക്കാരറിയാം, പ്രൊഡ്യൂസേഴ്സിനറിയാം, ആക്ടേഴ്സിനറിയാം. എല്ലാവരും പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കാണോ ആക്ടേഴ്സ് ഉണ്ടെന്ന് ഡേറ്റ് ഇട്ടാൽ ബുദ്ധിമുട്ടാണ്. അവർ വേറെയും പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ എന്ന് പറയുമ്പോഴേക്കും ഒരു പോവാ നമുക്ക് ഇനി ഇത് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം ആരും പറയില്ല. അവർക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇല്ലേ. അവിടെ അങ്ങോട്ടുള്ള 10 വർഷത്തിൽ 10 സിനിമയല്ലല്ലോ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്, ഒരു സിനിമയല്ലേ കമ്മിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് അഭിനയിക്കണം. ഈ തരുൺ ആസ് എ ഡയറക്ടർ, നിങ്ങൾ തമ്മിലുള്ളൊരു ഡയറക്ടർ റൈറ്റർ, അതിനൊക്കെ ഉപരി സുഹൃത്തുക്കൾ ആണെന്ന് വെച്ചാൽ എന്നെ തരുൺ ജാവയിലേക്ക് വിളിക്കുന്നത് ഹെലൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ്. തരുണിൻ്റെ ഡയറക്ഷൻ ടീമിലുണ്ടായ സുധി ആണ് എന്നെ വിളിക്കുന്നത്. സുധി എൻ്റെ കൂടെ ഗപ്പി അമ്പിളി എന്ന് പറഞ്ഞാൽ 2 സിനിമയിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. സുധി എന്നെ വിളിച്ചിട്ട് സുധീനോട് പറഞ്ഞ് ഇങ്ങനെ തരുൺ എന്ന് പറഞ്ഞൊരു കക്ഷി ഇങ്ങനെ പുതിയ പടം ചെയ്യുന്നുണ്ട്, ഞാനതിൽ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ചേട്ടൻ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രില്ലർ പരിപാടിയാണ് പോലീസാണെന്നാണ്. പോലീസ് അപ്പോൾ ഞാൻ പറയും എൻ്റെ പൊന്നു സുധി നീ ഇതിലും പോട്. ഞാൻ ആ സമയത്ത് 1 എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അതിൻ്റെ. ഞാനതിൽ പോലീസായിരുന്നു, ഗൺമാനായിരുന്നു, മമ്മൂക്കയുടെ ഗൺമാനായിരുന്നു. ഓക്കെ, മമ്മൂക്ക വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സുധി വിട്, ഞാൻ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അല്ല ചേട്ടാ കഥയൊന്ന് കേട്ട് നോക്കുക എന്നാണ്. അവനെന്നാ വിളിക്കാൻ പറയും തരുണോട് പറഞ്ഞു. ഞാൻ കഥ കേട്ട് കഴിഞ്ഞിട്ട് പറയാം തരുൺ ഇല്ല തന്നെയാണ് പറഞ്ഞത്. ഞാൻ റൂമിൻ്റെ അകത്ത് ഞാൻ നിഷാദിൻ്റെ റൂമിൽ കയറുമ്പോൾ തരുൺ വിളിച്ചു. ഞാൻ ഹലോ എന്ന് ഞാൻ പറഞ്ഞു. തരുൺ അവിടെ നിന്ന് കൂടെ ഹലോ എന്നല്ല പറഞ്ഞത്. തരുൺ അവിടെ നിന്ന് കൂടെ പറഞ്ഞു ചേട്ടാ ഈ സിനിമയിൽ യൂണിഫോം ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ തരുൺ അങ്ങനെയല്ല, അതിനെക്കൊണ്ടല്ല യൂണിഫോം ഇടുന്നത്. ഞാൻ
മീൻസ് കിട്ടുന്നത് മുഴുവൻ പോലീസ് വേഷം തന്നെ ആയി പോകുന്നത്. മലയാളത്തിൽ ജോജു ജോർജ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോലീസ് വേഷം കിട്ടിയെന്നെ. ജോയിച്ചേട്ടൻ ചെയ്തത്ര ആര് ചെയ്തു ഒന്ന് എണ്ണി നോക്കണം, തോൽപ്പിച്ചോ ആവോ. അതെ, തരുൺ അത് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു തരുൺ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു നീ കഥ പറ എന്ന് പറഞ്ഞിട്ട് തരുൺ കഥ പറഞ്ഞു. തരുൺ ഫുൾ കഥ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിഷാദിൻ്റെ റൂമിലിരുന്നിട്ട് ഫുള്ള് കഥ കേട്ടത്. ഞാൻ ഫുള്ള് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിങ്, നല്ല രസമുള്ള പരിപാടി. ഞാൻ പറയാം. എന്തായാലും ഞാൻ ചേട്ടാ ആലോചിച്ചൊന്ന് പറയുന്നത്. ഞാൻ പറയാം തരുൺ എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ നിഷാദിനോട് ചോദിച്ചു, തരുണാണോ എന്ന് ചോദിച്ചു. എനിക്കറിയൂ, ഞാനാണ് ആ സിനിമ എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ആണോ? ഏതാ റോൾ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ജോയ് സാർ എന്ന് പറഞ്ഞ ASIൻ്റെ റോളാണ് ചെയ്യാമെന്ന്. ചേട്ടാ പറഞ്ഞ നല്ല അടിപൊളി റോളാവും, പിടിച്ചോ എന്നാണ്. കഥ എനിക്ക് കൈ പരിപാടിയൊക്കെ ഉണ്ട്, പിടിക്കല്ലേ എന്നാണ്. പിടിക്കുക. ഞാനപ്പം തന്നെ തരുൺ വിളിച്ചു പറഞ്ഞു, തരുൺ ഞാൻ ചെയ്യാട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയായി. അപ്പോൾ എല്ലാ ദിവസവും തരുണായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ വിളിച്ച സുഖം, ഇതെപ്പോൾ വരുന്നുണ്ട്, ഇതെപ്പോഴാണ് തിയേറ്റർ തുറക്കുക എന്നുള്ള വേജാറുകളും. നമ്മൾ തരുൺ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ അല്ലേ ഇതൊക്കെ തുറക്കടൂ. അങ്ങനെ ആ സമയത്ത് ഞാൻ ആഷിഖേട്ടനെ ആഷിഖേട്ടനെ ഫോണിൽ സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ ആഷിഖേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ അന്ന് ആഷിഖേട്ടൻ ഇതൊക്കെ കൂടി തിരിച്ച് തുറക്കുമല്ലോ, എന്തുകൊണ്ട് കൂടി തീർന്നു കിട്ടുമല്ലോ. കാരണം സിനിമ എന്ന് പറഞ്ഞൊരു വ്യവസായം ഇനി തിരിച്ചു തുറന്നില്ലെങ്കിൽ എന്ത് പണി ചെയ്യും എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പൊട്ടി. ഇനി തിരിച്ച് ആനിമേഷനിലേക്ക് പോകാനും പറ്റില്ല. അതാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഏതോ സൈഡിൽ പോയി നിൽക്കുക. നമുക്ക് തുറന്നു വെച്ചാൽ ഇനി ഇൻ്റർഫേസ് പോലും മനസ്സിലാവില്ല. ഇങ്ങനെ പൊട്ടനായി നിൽക്കേണ്ടി വരും അവിടെ. അങ്ങനെ ഞാൻ ആഷിഖേനെ വിളിച്ചു. ആഷിഖേനെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ സിനിമ നിന്നില്ല, അതിനെക്കൊണ്ട് പേടിക്കണ്ട, തുറക്കും. ഞാനതങ്ങനെ എടുത്തിട്ട് തരുണിന് കൊണ്ട് ഇട്ട് കൊടുത്ത് മോട്ടിവേഷൻ. ആഷിഖേനെ പറഞ്ഞ് ഞാൻ അതങ്ങനെ തന്നെ തരുണിന് കൊണ്ട് ഇട്ടു കൊടുത്തു. തരുൺ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ സിനിമകൾ നിന്നിട്ടില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്, സിനിമ വരുടോ, സിനിമ വരും. അവസാനം കൂട്ടിച്ചേർത്തിട്ടോ, ഞാൻ പറഞ്ഞോ ആഷിഖേനെ പറഞ്ഞേ ഇന്ന വായന വരില്ലെന്ന് ഓരോ പറയാം. അപ്പോൾ വെറുതെ എന്തിനാ. അങ്ങനെ സിനിമ പുറത്ത് വന്ന് നമുക്ക് തിയേറ്ററിൽ ഗംഭീര വിജയം കിട്ടി. പറയുമ്പം ഹാഫ് കപ്പാസിറ്റി വെച്ചിട്ടാണ് തിയേറ്റേഴ്സ് അന്ന് ഓടാൻ പാടുള്ളൂ. എന്നിട്ട് പോലും അത് 4-5 മാസം കഴിഞ്ഞ് 85 ദിവസം കാണും അത് തിയേറ്ററിൽ ഓടി. അത് കഴിഞ്ഞ് അത് OTTയിൽ സീല് വന്ന് പിന്നെയും അത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വെൽക്കമിങ് ആയി ആൾക്കാരെടുത്തുന്നത് ഭയങ്കര കാണാത്തവർ കണ്ടു തുടങ്ങി. ആ സമയത്ത് തരുൺ എൻ്റെ അടുത്ത് ഈ സൗദി വെള്ളക്കയുടെ കഥ പറഞ്ഞായിരുന്നു. സൗദി വെള്ള. അപ്പോൾ ഞാൻ അടിപൊളി. ഞാൻ ചോദിച്ചിട്ടുമില്ല അവൻ്റെ അടുത്ത്, ഞാൻ ഉണ്ടാവില്ലേ, വി വേ ഇൻ ടച്ച്. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കഥ പറയുമ്പോൾ ഒരു ലാസ്റ്റ് വരുന്ന ഒരു ജഡ്ജി ഭയങ്കര ദേഷ്യക്കാരനായിട്ട് വിനോദ് സാഗർ ചെയ്ത ജഡ്ജി, ലാസ്റ്റ് വരുന്ന ജഡ്ജി, അയാളാണ് ഇതിനൊരു തീരുമാനം എടുക്കുന്നത്. അത് ബിനിച്ചേട്ടൻ ചെയ്യുമെന്ന് വെച്ച് ഞാൻ അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ. തരുണിൻ്റെ രണ്ടാമത്തെ സിനിമയിലും ഒരു ഭാഗമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, കാരണം നല്ലൊരു മേക്കറാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമുക്ക് മനസ്സിലായത്. ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് മമ്മൂക്കയുടെ പുഴൂല അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പുഴയുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലുവ എത്തിയപ്പോൾ തരുണിൻ്റെ ഒരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ. അപ്പോൾ ഞാൻ തേവര പ്രീ പ്രൊഡക്ഷൻ വീട്ടിലുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ചേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് കഴിഞ്ഞാൽ അത് ആലുവ എത്തിയെന്നാണ്. നേരെ ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ചുമരിൽ ഈ ഫോട്ടോസൊക്കെ വരയൊക്കെ വരച്ച് ഞാൻ പറഞ്ഞത് എന്തുവാണത്, ഞാൻ ഇതിന്ന് മറ്റേ രാജ്യത്തിനെ ആക്രമിക്കാനൊക്കെ പോകുന്ന വരി ഇവിടുന്ന് ഇതിലെ വഴി പോയി അതിലേക്ക് കയറാം എന്നൊക്കെ. അപ്പം ഫോട്ടോസും ഒക്കെ ഉണ്ട്. എൻ്റെ ഫോട്ടോ ഉണ്ട് ജഡ്ജിയിൽ. എൻ്റെ ചേട്ടാ ഞാൻ ഒന്നും കൂടി കഥ പറയാം. ഞാൻ പറഞ്ഞു കേൾക്കാം. ഞാൻ ഇവൻ ഫുള്ള് സൗദിയുടെ കഥ പറഞ്ഞു. അതായത് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബ്രിട്ടോ ചേട്ടനാണ് ചെയ്യുന്നതെന്ന്. ഞാൻ തരണേ കൊച്ചി സ്ലാങ്ങാണ്, നമുക്ക് കൊച്ചിക്കോടാവും, ഞാൻ കുറച്ചൊക്കെ കോഴിക്കോട് കയറും, അതൊക്കെ നമുക്ക് പിടിക്കാം, അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതൊന്നും പ്രശ്നമില്ല. ആ ക്യാരക്ടർ കുറച്ച് കാലത്തേക്ക് ഷാർജയിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നമാക്കണ്ട. കാരണം തരുൺ അതിനുള്ള എനിക്ക് 2 പേരെ, ശ്യാമേട്ടനെയും വേറൊരാളെയും എനിക്ക് ഇത് സ്ലാങ് ഡബിലൊക്കെ
ശരിയാക്കാനും അല്ലെങ്കിൽ ഷൂട്ട് സമയത്ത് ശരിയാക്കാനും നജീബ് ഷൂട്ടിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ശ്യാമേട്ടൻ്റെ ആ സഹായത്തോട് കൂടിയിട്ട് അതങ്ങനെ ഫുൾഫിൽ ചെയ്യാം. അപ്പം നോക്കുമ്പം ആ റോള് റോഷൻ ആൻഡ്രൂസ് ചെയ്യേണ്ടായിരുന്നു. അത് ആ റോള് കാരണം സാറ്റർഡേ നൈറ്റ് വന്നപ്പം പുള്ളി മാറിപ്പോയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സോ ലൈക്ക് ദാറ്റ് വാസ് നോട്ട് എക്സ്പെക്റ്റഡ് ഓർ ലൈക്ക് പ്രീ പ്ലാൻഡ് ഓർ എനിത്തിങ്. ലൈക്ക് ഞാൻ വന്ന് അങ്ങ് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്തു. അന്ന് എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ഈ സിനിമ വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, തരുൺ ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഭാഗമാവണോ എന്ന് ചോദിച്ചു. അപ്പം തരുൺ ഇല്ല ഏട്ടാ ടീം സെറ്റാണ് ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ നമ്മളതിൽ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. സിനിമ തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ ചീഫ് അസോസിയേറ്റിന് എന്തോ കാര്യം വന്നിട്ട് അതിൽ നിന്ന് മാറേണ്ടി വന്നു. തരുണിനോട് ചോദിച്ചു, ചേട്ടാ ഏറ്റെടുക്കാവോ? ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ അന്ന് ഞാൻ ചോദിച്ചത്, ഞാൻ നിൽക്കണോ? ചോറ് തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെ സിനിമ തുടങ്ങി 10 ദിവസം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് മാറി. സോ ലൈക്ക് അവിടേക്ക് എൻ്റെ കുറേ പുതിയ പടയാളികളെ എനിക്ക് കിട്ടി. സനു എം രാജു, മോഹിത്, അങ്ങനെ കുറേ പേര് വന്ന് ചേർന്ന് ആൻഡ് ലൈക്ക് അവിടുന്ന് കുറച്ചും കൂടിയും തരുണിനെ കൂടുതൽ തരുണായിട്ട് എടുക്കാൻ തുടങ്ങി. അതായത് ഒരു ഡയറക്ടർ ചീഫ് അസോസിയേറ്റ് ബന്ധം ഉണ്ടാവും. അപ്പോൾ തരുൺ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ തുടരത്തിൽ വരുമ്പം ഇതേ ഞങ്ങൾ ടോർപീഡോയുടെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരുത്തിൻ്റെ ഡേറ്റ് കയറി വന്നത്. അപ്പോൾ തരുൺ അത് ആഷിഖിനോട് ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ആഷിഖാണ് പോയി ചെയ്ത് ഹിറ്റ് അടിച്ചിട്ട് വേഗം വാ എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആഷിഖിൻ്റെ നാവുകാരി തന്നെയായി അത്, ആഷിഖ് ഉസ്മാൻ്റെ നാവുകാരി തന്നെ. അപ്പം തരുൺ പറഞ്ഞ്, വിൻചേട്ടാ നിങ്ങളൊന്ന് കൂടെ നിൽക്കണം, ഒരു കോ ഡയറക്ടറായിട്ട് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ടോർപീഡോ നിന്നതോ അല്ലെങ്കിൽ ഈ കോ ഡയറക്ടറായിട്ട് കൂടെ നിൽക്കുന്നതോ അല്ലായിരുന്നു എൻ്റെ പ്രശ്നം. ഇവനിത് പറയുമ്പോൾ ഇനി 40 ദിവസമുള്ള ഇവർ പറഞ്ഞ സിനിമ തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, ഒരു പ്രീ പ്രൊഡക്ഷൻ ചെയ്യണ്ടോ ഒരു സിനിമക്ക്? 40 ദിവസം ആണ്. അതായത് ഞങ്ങൾ ഏപ്രിൽ 22-നാണ് തുടങ്ങിയത്. അവിടുന്ന് ബാക്കോട്ട് 40 ദിവസം എന്നാണ് ഈ ചെറുക്കൻ എൻ്റെ അടുത്ത് പറയുന്നത്. കൂടെ നിന്നാൽ മതി. കൂടെ നിൽക്കലിനി ഉണ്ടാവുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. 40 ദിവസമേ ഉള്ളൂ, ഇനി 44 ദിവസമേ ഉള്ളൂ സിനിമ നമ്മൾ പറഞ്ഞ ഡേറ്റിലേക്ക് എന്നുള്ളത്. പക്ഷെ അവിടെ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ കാട്ടൊക്കെ കൂടെ നിന്നതിനെ കൊണ്ട് അടുത്തതിലും ടോർപീഡോയിലേക്കുള്ള യാത്രയും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു.